ഇന്നത്തെ വീഡിയോ ഒരിത്തിരി സ്പെഷ്യലാണ്. എൻ്റെ നാത്തൂനും മക്കളും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുള്ള ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ഈ ഒരു സെയിം ഡേ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എൻ്റെ നാത്തൂൻ്റെ ചെക്കൻ പോയി വാങ്ങിക്കൊടുന്ന് തന്നിട്ടുണ്ട്. ഞാനതെല്ലാം ഒതുക്കി പെറുക്കി വെക്കുവാണ്. നമുക്ക് അവർ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആക്കി തീർക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഐബുട്ടനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത്താത്തയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓർക്കണ ഡ്യൂട്ടി പിന്നെ ആൾക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ, ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണില്ല, ബിരിയാണിക്കുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി ഒന്നങ്ങോട്ട് സെറ്റായതിന് ശേഷം നമ്മളത് എയർ ഫ്രയറിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നങ്ങോട്ട് ആയിക്കോട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് റൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമുക്കിവിടെ വിറകടുപ്പില്ലാത്തതുകൊണ്ട് തന്നെ റൈസ് ഞാനിത് അവിടെ കുക്കറിലാണ് സെറ്റാക്കുന്നത് കേട്ടോ. കാരണം കുടിക്കകത്ത് ഇങ്ങോട്ട് ആക്കുവാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും അതൊന്നും ഇങ്ങോട്ട് വെന്തായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ പണി. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളിവിടെ ബിരിയാണിക്കുള്ള, അതായത് ആ മസാലയ്ക്കുള്ള ജസ്റ്റ് ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുവാണ്. ചിക്കൻ ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങോട്ട് ആക്കി വെക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ്, അതായത് ഈ ഒരു ട്രിപ്പ് പോരല്ലോ, അടുത്ത ട്രിപ്പും കൂടെ വേണമല്ലോ, അതും കൂടെ അങ്ങോട്ട് എയർ ഫ്രയറിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതും കൂടെ അവിടെ കിടന്നങ്ങോട്ട് ആകട്ടെ. ഇത് ആക്ച്വലി ചിക്കനൊക്കെ നമ്മൾ ഇതിലോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ്. എന്തൊക്കെയോ വാട്ടർ പ്രൂഫും ഓയിൽ പ്രൂഫൊക്കെ ആയിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ല എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അതിനി വാങ്ങിക്കണം, അതാവും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് അവരൊക്കെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു 2 days വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 2 day എന്നൊക്കെ പറയുമ്പോൾ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതായത് ഒരു ദിവസം ഈവനിങ് തൊട്ട് പിറ്റേ ദിവസം മോർണിംഗ് വരെയുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒച്ചയും ബഹളൊക്കെ കേട്ടിട്ട് ഉറക്കൊക്കെ മതിയാക്കി ഐബുട്ടൻ എണീറ്റിട്ടുണ്ട്. അവന് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ. ഐബുട്ടൻ എണീറ്റതുകൊണ്ട് തന്നെ ഞാൻ ആൾക്ക് പാല് കൊടുക്കാൻ പോയിട്ടോ. ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി വന്ന പാടെ നാത്തൂനെ കൊണ്ടാണോ ജ്യൂസ് അടുപ്പിക്കുന്നതെന്ന് ആരും ചോദിക്കണ്ട. ആളത് എന്താ പറയുക, ഏറ്റെടുത്തതാണ്. നീ പൊക്കോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഐബുട്ടനൊക്കെ ഒന്ന് ഓക്കെയാക്കി ഞാൻ തിരിച്ച് കിച്ചണിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച, ആൾ നല്ല കട്ടിങ്ങിലാണ് കേട്ടോ. വല്യുള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണേ. നമ്മൾ ബിരിയാണി മാത്രമല്ല സെറ്റാക്കണത്. അപ്പോൾ ഈവനിങ്ങിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയും അതേപോലെ തന്നെ നമ്മളെ ഈ സാൻഡ്വിച്ച് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ആക്കുന്നുണ്ട്. ചിക്കൻ സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത്ര വലിയ ലെവലിലൊന്നല്ല നമ്മളിതാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ആ പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അവന്മാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിഷുവിനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ബ്രെഡൊക്കെ എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് മേക്കറിനകത്തോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനേ തോന്നുന്നൊക്കെ പറയില്ലേ, നല്ല രസമാണ് കേട്ടോ ഉണ്ടാക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാൻഡ്വിച്ച് മേക്കറും എയർ ഫ്രയറും ഒക്കെ നമുക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. അല്ലാണ്ട് ഇതൊക്കെ വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് എന്തോ വലിയ ലക്കായി. ആക്ച്വലി ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ബട്ട് എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഓരോരുത്തർ കൊടുന്നതും തന്നതും എന്തിനാണ് നാട്ടുകാരെ കാണിക്കണമെന്നുള്ള ആ ഒരു ഭാവമാണ്. അപ്പോൾ പിന്നെ ആളെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും തന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നേ. അല്ലാത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണുണ്ടല്ലോ, അത് തന്നെ അതിനുള്ള പെർമിഷൻ കിട്ടുന്നതും അതിനുള്ള ആ ഒരു ഫ്രീഡം എനിക്കിവിടെ കിട്ടുന്നതും തന്നെ അൽഹംദുലില്ലാ എന്ന് മാത്രമേ ഞാൻ കരുതണുള്ളൂ. അങ്ങനെ ചായയൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവർക്കുള്ള ചായയും സാൻഡ്വിച്ചും ഒക്കെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ട് കൊടുക്കട്ടെ. എൻ്റെ നാത്തൂന് മൊത്തം 3 മക്കളാണ്. ആ വലിയ പുത്രനാണ് ആയിരിക്കണത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ നോക്കിക്കൊണ്ടിരിക്കണത് 2ാമത്തെ പുത്രിയാണ്. പിന്നെ സൈഡിൽ
നിഷുവിൻ്റെ അപ്പുറത്ത് ഇതാ ഈ ഇളിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ പുത്രിയാണ് കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ചൊക്കെ കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവർ ഹാപ്പി ആയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ഹാപ്പി ആകും. അങ്ങനെ ഇതാ അവരെ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം എൻ്റെ ഫാദറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ നെക്സ്റ്റ് പരിപാടിയിലോട്ട്, അതായത് നമ്മുടെ മെയിൻ അജണ്ട ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ്, അതായത് ഉമ്മ വന്നിട്ട് നിന്നിട്ടുണ്ട് എന്നല്ലാണ്ട് നാത്തൂനും മക്കളൊന്നും ഇവിടെ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വിരുന്നിന് അവരെ വിളിച്ചിട്ടേ തീരുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നേ. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതാ തൈരൊക്കെ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി മസാലയിലോട്ട്. തൈര് വേണമല്ലേ? മസാലയ്ക്കകത്ത് ആവശ്യത്തിനുള്ള തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം അതൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മുടെ നാത്തൂന് വേറെ പരിപാടിയിലാണ്. അതായത് നമ്മളിങ്ങനെ ബിരിയാണീനെ ഏറ്റവും ലാസ്റ്റ് സുന്ദരക്കുട്ടപ്പനാക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ, കുറച്ച് ഗ്ലാമറൊക്കെ വെപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വിതറി കൊടുക്കൂലേ, നമ്മുടെ ഉള്ളി അതേപോലെ തന്നെ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്രൈ ആക്കി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈസൊക്കെ ഇട്ട് ഈ ഒരു ബിരിയാണി മസാലയുടെ ആ പൗഡറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇട്ട് പിന്നെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കുന്ന തിരക്കിലാണ്. ആളും എൻ്റെ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തൈരൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം മഗ്‌രിബായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിസ്കാരം ഓത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് ഫ്രീ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർക്കുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലൊക്കെ ആയിട്ട്. നിഷുവിനും തന്നെ ഇന്ന് അവരൊക്കെ കിട്ടിയതല്ലേ, എന്നും അവളും ഐബുട്ടനും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ നിഫ്രകൂട്ടം വന്നാൽ അപ്പോഴും ആയി. അല്ലാണ്ട് വേറെ കളി കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇത് ഹസ്കി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഒലക്കമ്മല ഡാൻസാണ്, അതെനിക്ക് കണ്ടുകൂടാ ഡാൻസ്. അയവുട്ടം പിന്നെ മമ്മാൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ കളിക്കലും ചിരിക്കലൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ അവർക്കുള്ള കുറച്ച് നമ്മൾ ഉറുമാമ്പഴം എന്നൊക്കെയാണ് ഇവിടെ പറയൽ കേട്ടോ. പലരും പല പേരൊക്കെ ആവും പറയുക. മാതളം എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ മാതളം എന്നൊന്നും പറയില്ല, നമ്മൾ ഉറുമാമ്പഴം എന്നാണ് പറയുക. അപ്പോൾ അതിവിടെ കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ച് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ഇങ്ങനെയൊന്നല്ല പൊളിക്കുക കേട്ടോ. ഇത് പൊളിക്കണ കാര്യത്തിൽ എക്സ്പേർട്ടായ ആൾക്കാരൊക്കെ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊക്കെ അതിൻ്റെ മണ്ടയ്ക്കകത്തൊക്കെ അങ്ങോട്ട് മേടി കൊടുക്കണത് കാണാം. എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ പൊളിക്കാനറിയാം. അങ്ങനെ രാത്രി ആയപ്പോഴേക്ക് ഹസ്ബൻഡിൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഉപ്പയ്ക്ക് എവിടെയോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. കല്യാണമല്ല, കല്യാണത്തലേന്ന്. അപ്പോൾ ആൾ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടെ നാട്ടിലില്ല എന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറയുക, ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു എന്ന്. ഇത് നമ്മൾ ബിരിയാണി പോട്ടാണ് പൊട്ടിച്ചത് കേട്ടോ. എന്തായാലും അതൊക്കെ നമ്മൾ സെറ്റാക്കി ഭംഗിയാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഒട്ടുമിക്ക വ്ളോഗിനകത്തും പറയലുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതും ഒക്കെ. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ചെയ്യൽ. നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ റൈസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മസാലയും റൈസൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേറെ പാത്രത്തിലാക്കി വെച്ചേക്കാണ് കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴേക്ക് ആൾക്കുള്ളതും കൂടെ കുറച്ച് എടുത്തു വെക്കണം. അപ്പോൾ അതൊന്നും കേടുവരാൻ പാടില്ലല്ലോ. നമ്മുടെ ഡിന്നർ സെറ്റൊന്നും രംഗത്തോട്ട് ഇറക്കാൻ നാത്തൂനും ഉമ്മയും ഒന്നും സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെയിലി യൂസ് ആക്കണ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് തന്നെ ഫുഡൊക്കെ വിളമ്പിയിട്ടുള്ളത്. അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളും ഇരുന്ന് കഴിച്ച് പിന്നെ രാത്രി അങ്ങോട്ട് കാര്യമായിട്ട് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല, കിടക്കുക സംസാരിക്കുക ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമായിട്ട് ഡീപ്പായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ തൊട്ടാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരിച്ചിരി അല്പം സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പൂരിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൂരി ചുടുന്ന ഡ്യൂട്ടി നമ്മുടെ നാത്തൂനാണ്, ആളത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കറിയുടെ ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ വറുത്തെടുക്കുവാണേ.
ആക്ച്വലി വെറും 1 ഡേ സ്റ്റേ ആക്കാനാണ് അവർ വന്നിട്ടുള്ളത്. അതായത് സാറ്റർഡേ ഈവനിങ് വന്നു, ഇനി സൺഡേ മോർണിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞാൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം. കാരണം രാത്രി ഈ ഒരു സെയിം ഡേ തന്നെ, അതായത് സൺഡേ നൈറ്റ് അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകേണ്ടതാണ്. നേരം വെളുത്ത സ്കൂള് മദ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഇവിടെ തീരുമാനമായിക്കൊണ്ടിരിക്കുവാണ്. ഈ തേങ്ങയും കൂടെ വറുത്തരച്ചാൽ കറി അങ്ങോട്ട് സെറ്റാകും. ചിക്കൻ കറി ഓൾറെഡി നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അപ്പോഴേക്ക് എണീറ്റ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ എടുത്തു കൊടുക്കുന്ന ഡ്യൂട്ടിയൊക്കെ നാത്തൂനാണ് കേട്ടോ. ഞാനിതൊക്കെ ഇവിടെ ഇരുന്ന് ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴൊക്കെ ഭയങ്കര നിർത്ത് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ ക്യാമറ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാമറ എടുക്കണ, അതായത് വീഡിയോ എടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വ്ളോഗൊന്നും ഇടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഫേസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലറാക്കി വെക്കുന്നത്. ഇനി അങ്ങനെ ഒരു ക്യാമറ ഫിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് അത് വലിയ ആളെ പോലെ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടുപുറകിലുള്ള ബേക്കറി കമ്പനിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടുപുറകിലാണ് ഈ ബേക്കറി കമ്പനി എന്നുണ്ടെങ്കിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് വഴിയുണ്ടല്ലോ, അതിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ബേക്കറി കമ്പനിയിലോട്ട് വരിക എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമല്ല, ഇതിൻ്റെ തൊട്ടുപുറകിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഇളച്ചൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ സ്ഥലമൊക്കെ വരുന്നത് കേട്ടോ. ആൾക്ക് അവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാൻ പോകണം. പക്ഷേ ഇവിടെ ഇത്രയും സാധനങ്ങൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ടും വാങ്ങാതെയൊക്കെ പോവുക? അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറി. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. എല്ലാവിധ ബേക്കറി ഐറ്റംസും ഇതിനകത്തുണ്ട്. എന്തോ അലുവ, അതേപോലെ ചിപ്സ്, ഈ 2 സംഭവങ്ങൾ മാത്രമില്ല എന്ന് തോന്നുന്നു. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തതാണ് കേട്ടോ, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അല്ലാതെ നമ്മൾ അയൽവക്കത്താണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആരും ഇവിടുന്ന് വെറുതെ ഒന്നും തരില്ല. അതൊക്കെ വാങ്ങി നമ്മൾ നേരെ നമ്മുടെ ഇളച്ചൻ്റെ തറ കാണാൻ വേണ്ടി പോവുകയാണേ. ഫാദർലോൻ്റെ ബ്രദറിൻ്റെ സ്ഥലമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ കാണിച്ച് പറഞ്ഞു തരുവാണ്. എനിക്കതൊന്നും അറിയില്ല. നമ്മളിവിടെ വീട് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല. ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളെ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഐബുട്ടനെയും കൊണ്ട് ഉമ്മ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിന്നിട്ടുള്ളത്. അവിടെ ഒരു തണലിന്, അതായത് ഒരു മരത്തിൻ്റെ തണലിൽ പോയിട്ട് നിന്നിട്ടുണ്ട്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യ, അത്രയും കുന്നും പുറമാണ്. നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, നല്ല ചൂടാണ്. ഇവിടെയൊക്കെ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. ആള് തറയിട്ട് വെച്ചിട്ട് കുറച്ചായി. അങ്ങനെ വീട് പണിക്കുള്ള കല്ല് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് തിരിച്ച് നമ്മളിതാ നേരെ നമ്മുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒട്ടുമിക്ക വീട്ടിലും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊരു ഹിക്കമിയ കോളേജുമാണ്. ഇതൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് ചെയ്തേക്കാം. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.